നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഉച്ചക്കിലേക്ക് കറി വെക്കണതേ തക്കാളി കൊണ്ട് നല്ല രസമുള്ളൊരു കറി വെക്കാൻ പോവാണ്. നമുക്ക് എത്ര കറി വേണോ അതനുസരിച്ചുള്ള കഷ്ണങ്ങളാണല്ലോ നമ്മൾ എടുക്കുക. ഞാൻ എടുക്കുന്നത് ഒരു 3 തക്കാളി എടുക്കുന്നുണ്ട്. അതുപോലെ സവാള ഒരു മീഡിയം സൈസ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്, ഒരു പകുതി ഇട്ടാലും മതി. പിന്നെ 2 പച്ചമുളക് എടുത്തു, ഒരു കഷ്ണം ഇഞ്ചി എടുത്തു, ഒരു കറിവേപ്പിലെടുത്തു. പിന്നെയാണ് ഞാൻ പറഞ്ഞ ഈ കുടപ്പുളി ചെറുത് കുറച്ച് മതി കേട്ടോ, നല്ല പുളിയാണ് ഇതിന്. അപ്പോൾ കുറച്ച് തക്കാളിക്ക് ചെറിയ പുളി ഉണ്ടാവും, തക്കാളി തന്നെ വെച്ചാൽ അത്ര സ്വാദം ഉണ്ടാവില്ല. അപ്പോൾ അതിൽ ഇത്തിരി മറ്റേ കോൽപ്പുളി ഒഴിക്കാം, പക്ഷേ കോൽപ്പുളിയേക്കാളും ടേസ്റ്റ് ഈ ഇടുന്നതാട്ടോ. ഈ ഇതുകൊണ്ട് നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇത് ഒരു കഷ്ണം ഇട്ട് നോക്കുക, എന്താ ഉണ്ടാവുക നോക്കാം. നല്ല പുളി ഉണ്ടാവും, മറ്റേ പുളി അതില്ലെങ്കിൽ ഇതിട്ടാലും മതി. എന്തായാലും ഞാൻ ഇത്രയും സാധനം കൊണ്ടാണ് ഇന്നത്തെ ആ സ്വാദിഷ്ടമായ കറി. ആൾക്കാർ പറയും മീൻ കറി എന്നാ പറയാട്ടോ, തക്കാളി കൊണ്ട് മീൻ കറി വയ്ക്കാം. പിന്നെ എനിക്ക് നാളികേരം വേണം. നാളികേരം ഇത്തിരി പാലെടുത്ത് ഒഴിച്ചാൽ ഏറ്റവും നല്ലത്, അരച്ചൊഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിത് ഇനി നുറുക്കാണ്ട് ചെറുതായിട്ട് എല്ലാതും ഞാൻ നുറുക്കാൻ പോവാം. ഒക്കെ കഴുകി വൃത്തിയാക്കിയതാട്ടോ. അപ്പം ഞങ്ങളുടെ കുടപ്പുളിയുടെ ഈ സംസ്കരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പം ഇങ്ങനെ കനം കുറച്ച് നോക്കിയാൽ ഏറ്റവും നല്ലതാട്ടോ. ഈ സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ, ഞങ്ങളുടെ ഇവിടെ അപ്പുട്ടച്ചേട്ടൻ്റെ സദ്യ ഉണ്ട്, നല്ല വെജ് കറി, ബെസ്റ്റ് സദ്യ കേട്ടോ അപ്പുട്ടച്ചേട്ടൻ്റെ. ദഹനം ഞങ്ങളുടെ വീട്ടിലൊക്കെ കല്യാണങ്ങളൊക്കെ വരുമ്പോൾ ആളെ വിളിക്കുക. അപ്പോൾ ആളുടെ ഈ തക്കാളി കൊണ്ടൊരു കറി ഉണ്ട് കേട്ടോ, ഇതേപോലത്തെ കറി എന്താ സ്വാദം അറിയുമോ, അടിപൊളി കറിയാണ്. തക്കാളി മീൻ കറി എന്നാണ് പറയുന്നത് കേട്ടോ, മീനില്ലാത്ത മീൻ കറി. അതേപോലെ ഞാൻ വെക്കണം കേട്ടോ. പച്ചമുളക് കീറിയിടാം. സവാള ചെറുതായിട്ട് അരിഞ്ഞിടാം. ഈ ചട്ടിയിലാണ് ഞാനിപ്പോൾ വെക്കണത്, മൺചട്ടിയിൽ. അത് സ്വാദ് കൂടും. അപ്പം അതിലേക്ക് തക്കാളി, സവാള, പച്ചമുളക് ഇതിടാം. പിന്നെ കറിവേപ്പില അതിട്ടു. ഇഞ്ചി ചതച്ചിടണം. ഇഞ്ചി എല്ലാ കറിയിലും ചതച്ചിട്ടാലാണ് അതിൻ്റെ ഫുള്ള് സത്ത് നമുക്ക് കിട്ടുള്ളൂ. ഞാൻ ഈ ഇത് മുഴുവൻ ഇടണില്ല കേട്ടോ, മുഴുവൻ ഇട്ടാൽ അധികം പുളിയാവും, കുറച്ച് മതി. 2 കുഞ്ഞ് കഷ്ണം ഇട്ടിട്ടുള്ളൂ ഇട്ടുണ്ട്. ഇനി കുടപ്പുളി ഇല്ല എങ്കിൽ കോൽപ്പുളി ഒഴിച്ചാലും മതി, തമറിൻ്റെ ഒഴിച്ചാലും മതി. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടു, കല്ലുപ്പായിട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, ഞാൻ പറഞ്ഞില്ല അത് 1 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിട്ടു, ഉപ്പിട്ടു. ഇപ്പം എല്ലാതായി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ നന്നായിട്ടൊന്ന് ചേരാനായിട്ട് ബെസ്റ്റ് ഇട്ട് കൈ കൊണ്ടൊന്ന് ഞെരടി. അതായത് നമ്മൾ ഇങ്ങനെ ഞെരടി വെച്ചാലാണ് ഈ കറിക്ക് സ്വാദം ഉണ്ടാവുള്ളൂ. ഈ കഷ്ണത്തിന് ബെസ്റ്റായിട്ട് മുളകും ഉപ്പും ഇഞ്ചിയും ഒക്കെ പിടിക്കണം. വെറുതെ സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ ഈ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. കൈ കൊണ്ട് ചെയ്യണതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമ്മൾ ഊണ് കഴിക്കുമ്പോഴും സ്പൂൺ കൊണ്ട് കഴിക്കണതും കൈ കൊണ്ട് കഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കൈ കൊണ്ടാകുമ്പോൾ നന്നായിട്ട് കുഴച്ച് ഉരുട്ടി കഴിക്കാം. സ്പൂണാണെങ്കിലോ വെറുതെ വാരിങ്ങനെ വായലിടാം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാതും നന്നായിട്ട് ഞാൻ ഞെരടി ചേർത്തു. നോക്കൂ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. ഞാനിപ്പോൾ ഒഴിക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പം എല്ലാം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടോ. ഇനി ഇത്തിരി വെള്ളം ഒഴിക്കാം.
ഇതാ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അത് അടുപ്പത്ത് വയ്ക്കാൻ പോകാം കേട്ടോ. ഇതാ അടുപ്പത്ത് വയ്ക്കാം നമുക്ക് കേട്ടോ. ശരി, ഇനി അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുറി നാളികേരം ചിരികിയതാണ് കേട്ടോ. നമുക്ക് പാലെടുക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് ഫസ്റ്റ് പാലെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് രണ്ടാം പാലെടുക്കുക. അപ്പോൾ പണി കഴിയുന്നുണ്ട്. പാലിൻ്റെ പണി അങ്ങനെയാണ്. പിന്നെ നമുക്ക് തിളച്ച് വിട്ടത് അടച്ച് വെച്ച് പാലെടുക്കണ്ട്. ഒന്നാം പാൽ കുറച്ച് എന്താ നോക്കൂ, കുറേ വെള്ളം വറ്റിയിട്ടോ. നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചില്ലേ, അത് കുറേ വറ്റി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉണ്ടോ, ഒന്നുകൂടി വേകുമ്പോൾ നമുക്ക് ഒന്നുകൂടി വേവട്ടെ. സവാളയൊക്കെ ബെസ്റ്റായിട്ട് വേവണം. ഒന്നുകൂടി വെന്തു. കുറച്ച് സമയം കൂടിയും കഴിഞ്ഞപ്പോൾ ബെസ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട് തക്കാളി. അപ്പം നമുക്ക് ഇനി പാലൊഴിക്കാം കേട്ടോ. ഇത് സെക്കൻഡ് പാല്. സെക്കൻഡ് പാലിൽ കിടന്നിട്ടൊന്ന് വേവട്ടെ. ഇത് ഫസ്റ്റ് പാലിൽ ലാസ്റ്റ് ഒഴിക്കാം. ഇപ്പോൾ സെക്കൻഡ് പാലിൽ കുറേ നേരം തിളച്ചപ്പോൾ ഒന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇത്ര മതി നമുക്ക്. ഇപ്പം നമുക്ക് അത്ര കട്ടിയാക്കണ്ട. ഫസ്റ്റ് പാൽ ഒഴിച്ചു. ഫസ്റ്റ് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. ഒന്ന് ഇളക്കിയിട്ട് പതുക്കെ തിള വരാൻ പോകുമ്പോഴേക്കും വാങ്ങി വെക്കാം കേട്ടോ. വാങ്ങാൻ പോവാണ്. വാങ്ങി വെച്ചു. ഇനി അതിലേക്ക് ഉള്ളി മൂപ്പിക്കണം. അപ്പം പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉള്ളി ഇടാം. ഉള്ളി നല്ലോണം ചോക്കട വരെ ഇളക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് ഒഴിക്കാം. കറിവേപ്പില ഇടാം. കുറച്ച് താഴെ പോയി കറിവേപ്പിലൊക്കെ ഇട്ടു. നന്നായിട്ട് ഇളക്കിയിട്ട് ചുവപ്പ് നിറമാവണ വരെ ഇളക്കണം കേട്ടോ. ഇതാ ഇപ്പം കുറച്ച് നേരമായി തിളപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചുമന്നു. അതിലേക്ക് ഒഴിച്ചു. മൂത്തപ്പുഴ നല്ല വാസന ഉണ്ടല്ലേ, അടിപൊളി. ഉള്ളി മൂത്ത വാസന രസ. ഇപ്പം നമ്മുടെ തക്കാളിക്കറി റെഡിയായി. കണ്ടോ, സൂപ്പർ കറി. അടച്ചു വയ്ക്കാൻ കുറച്ച് നേരം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് പകർത്താം കേട്ടോ. നോക്കൂ എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇനി ഈ ചട്ടിയിൽ ഇരുന്നിട്ടുണ്ടല്ലോ, ചൂടാറുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. കണ്ട ഇപ്പോൾ ഒന്നുകൂടി കട്ടിയായില്ലേ.